ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയാണ്, അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. ആരെ പോലെ? പഴയ നിയമ ഇസ്രായേൽ മക്കളെക്കുറിച്ച്. മിസ്രയീമിൻ്റെ അടിമത്വത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു സദ്വർത്തമാനം കൊടുത്തു. അവർക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശം ദൈവം അവകാശമായി കൊടുക്കുമെന്ന് അവർക്ക് വാഗ്ദത്തം ചെയ്തു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത് ദൈവം നിവർത്തിക്കുവാൻ വേണ്ടി മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ കിടന്നിരുന്ന ആ ജനത്തെ മോശ മുഖാന്തരം പുറപ്പെടുവിച്ച് മരുഭൂമിയിലൂടെ അവരെ നടത്തിക്കൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ അവർ മുറുകെ പിടിച്ചില്ല. അവർ അത് വിശ്വസിച്ചില്ല. അവർ കർത്താവിനെ അനുസരിച്ചില്ല. മോശയോട് പിറുപിറുത്തു, ദൈവത്തോട് പിറുപിറുത്തു. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഈ 4-ാം അധ്യായം മുഴുവൻ നാം വായിക്കുമ്പോൾ ഒരു യെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്ക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവർ കേട്ടു, അവർ സദ്വർത്തമാനം കേട്ടു, അവർ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം കേട്ടു. വാഗ്ദത്തം കേട്ടിട്ട് പുറപ്പെട്ടവരാണവർ. എന്നാൽ അവർ മരുഭൂമിയിൽ പട്ടുപോയി. അത് നമ്മെ ഒന്ന് ഓർപ്പിക്കുകയാണിവിടെ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനും ദൈവം വാഗ്ദത്ത കനാനിലേക്ക് നടത്തുവാൻ വേണ്ടി പുറപ്പെടുവിച്ചതാണ്. എന്നാൽ ആ ജനം അനുസരിക്കാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ കോപത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ ഇവരെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. ഇവർ മുഴുവനും പട്ടുപോകുന്നതുവരെ, അല്ലെങ്കിൽ മരുഭൂമിയിൽ നശിച്ചു പോകുന്നതുവരെ 40 വർഷം ഈ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അവർ അലഞ്ഞു നടക്കേണ്ടി വന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇത് നമ്മോട് വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. നാം കേട്ട സദ്വർത്തമാനം, നാം കേട്ട വചനം, നാം ഓരോ ദിവസവും കേൾക്കുന്ന വചനം, അത് നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നതായി തീരണം. നാം മറന്നു പോകരുത്. നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥത ദൈവം വെച്ചിട്ടുണ്ട്. ഒരു നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു നിത്യ കനാനിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും. ഈ കേൾക്കുന്ന ഓരോ മക്കളും ഞാനും ദൈവം പറഞ്ഞ നിത്യതയിലേക്ക്, ദൈവം പറഞ്ഞ വാഗ്ദത്ത കനാനിലേക്ക് നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ മരുഭൂമിയിൽ കഷ്ടതകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച സകലതും നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പിറുപിറുക്കാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചാൽ, ദൈവം പറഞ്ഞ നിത്യതയിലേക്ക് നാം നടന്നെടുക്കുവാൻ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ചുവടും വയ്ക്കുവാൻ തയ്യാറായാൽ നാം അവിടെ എത്തിപ്പെടും. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയതുപോലെ ഞാനും നിങ്ങളും ഈ മരുഭൂമിയിൽ പട്ടുപോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു വാണിംഗ് ദൈവം തന്നിരിക്കുകയാണ്. ഈ വചനത്തിലൂടെ എബ്രായ ലേഖനകർത്താവ് പറയാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു.
എങ്കിലും ആ കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവർക്ക് ഉപകാരമായി വന്നില്ല. നമുക്ക് ഉപകാരമായി തീരണമെങ്കിൽ നാം ഈ വചനത്തിൽ വിശ്വസിക്കുവാനിടയായി തീരണം. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം. നാം വചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തെ മുറുകെ പിടിക്കണം. നാം എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം അതുപോലെ അനുസരിച്ചില്ലെങ്കിൽ, നാം വിശ്വസിച്ചേറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹാലിൽ ഓരോ ദിവസത്തിലും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നാം ഒരിക്കലും ഒഴിയത്തില്ല. നാം നശിച്ചു പോകുവാൻ, പെരിഷായി പോകുവാൻ, ഈ ലോകത്തിൽ നാം നഷ്ടപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ നാം എത്തുകയില്ല. നിത്യതയിൽ നമുക്ക് എത്തിപ്പെടാൻ സാധ്യമായി തീരുകയില്ല. പഴയ നിയമ ഇസ്രായേലിനെ ഒരു അടയാളമായി വെച്ചുകൊണ്ട്, ഒരു ഒരു ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയുകയാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. അവർ വിശ്വസിക്കായ കൊണ്ട്, അവർ കേട്ടതനുസരിക്കാതെ പോയതുകൊണ്ട് അവർ മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും അവരിൽ പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇത് ദൃഷ്ടാന്തമായിട്ടിവിടെ കിടക്കുകയാണ്. ചരിത്രത്തിൽ ഇത് കിടക്കുകയാണ്. നമുക്ക് പിൻഗാമികളായിട്ട് വരുന്നവരോടൊക്കെ നാം ഇത് പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി തീരണം. നമ്മുടെ മുൻ പിതാക്കന്മാർക്ക്, നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് നമുക്കും നമ്മുടെ തലമുറകൾക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കണം. നാം ഈ വചനം ശ്രദ്ധിച്ചു പഠിക്കണം. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, അവരെ പോലെ നാമും കേട്ടിട്ടുണ്ട്. എന്താണ് നാം കേട്ടിരിക്കുന്നത്? യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, നമ്മിൽ ഒരുത്തനെ പോലെ നമുക്ക് വേണ്ടി ജീവിച്ചു. കർത്താവ് കടന്നുപോയ കഷ്ടതകൾ, നമുക്ക് വേണ്ടി അനുഭവിച്ച നിന്ദകളും പരിഹാസങ്ങളും വേദനകളും നാം അത് മറന്നു പോകരുത്. ആ കർത്താവ് പറഞ്ഞു, കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ പോയതുപോലെ ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവ് മടങ്ങി വരും. തനിക്ക് വേണ്ടി പ്രിയം വെച്ച ഓരോ മക്കളെയും ചേർക്കുവാൻ വേണ്ടി, തനിക്ക് വേണ്ടി വിശ്വസ്തയോടെ നിന്ന, വിശുദ്ധിക്ക് വേണ്ടി നിന്ന, നിർമ്മലതയോടെ നിന്ന മക്കളെ ചേർക്കുവാൻ വേണ്ടി ആ കർത്താവ് വീണ്ടും വരും.
ആ കർത്താവിൻ്റെ വരവിങ്കൽ അല്ലെങ്കിൽ ആ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കണം എങ്കിൽ നാം ഹല്ലേലൂയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ നാം കർത്താവിനെ അനുസരിക്കാതെ പിറുപിറുക്കാതെ നമ്മുടെ ജീവിതയാത്രയിൽ അവനെ പിടിച്ചുകൊള്ളുവാൻ മുറുകെ പിടിപ്പാൻ നാം തയ്യാറായിത്തീരണം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാണ്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടിട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. അവർ കേട്ടു എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ ജനം കേട്ടു, ദൈവം പറഞ്ഞത് അവർ കേട്ടതാണ്. എന്നാൽ അവർ വിശ്വസിച്ചില്ല, അവർ മറുത്തു പറഞ്ഞു, അവർ പിറുപിറുത്തു, അവർ മോശയോട് പിറുപിറുത്തു, ദൈവത്തോട് പിറുപിറുത്തു. ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. എന്നാൽ ദൈവം അവരോട് പറഞ്ഞിരുന്നത്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതിക്കും വാഗ്ദത്തം തരുമെന്നാണ് പറഞ്ഞത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അവരത് കേട്ടില്ല, അവർ അനുസരിച്ചില്ല. നാം എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുകയാണ്. 3-ാം അധ്യായം 18-19 വാക്യത്തിൽ പറയുന്നു, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവർ അവിശ്വസിച്ചതുകൊണ്ട്, അവർ ദൈവത്തെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇത് നമുക്കൊരു വാണിങ്ങാണ്. ദൈവം നമ്മോട് പറയാണ്, ഞാൻ പറഞ്ഞ വചനം അല്ലെങ്കിൽ എൻ്റെ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുവാനിടയായി തീരണം. അവിശ്വസിക്കരുത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 11-ാം അധ്യായം അതിൻ്റെ 6-ൽ പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കണം. അവൻ്റെ വചനത്തിൽ നാം ആശ്രയിക്കണം. അവൻ്റെ മുഖത്തേക്ക് നോക്കണം. അവൻ മാത്രമാണ് വിശ്വാസത്തിൻ്റെ നായകൻ. അവനാണ് പൂർത്തി വരുത്തി തരുന്നവൻ. നമ്മെ നിത്യതയിൽ എത്തിക്കുവാൻ കഴിവുള്ള ആ ദൈവമാണ്. ആ ദൈവത്തിൽ നാം വിശ്വസിക്കുവാൻ ഇടയായി തീരണം. അവൻ്റെ വചനത്തിൽ നാം ആശ്രയിക്കുവാൻ ഇടയായി തീരണം. എങ്കിൽ മാത്രമേ നിത്യത നമുക്ക് അവകാശമായിട്ട് ലഭിപ്പാൻ ഇടയായി തീരുകയുള്ളൂ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളോടും നാം പറയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ ജീവിച്ചില്ലെങ്കിൽ നാം ഈ മരുഭൂമിയിൽ പട്ടുപോകും. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നാം കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കണം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അവനിൽ ആശ്രയിക്കണം. അവനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഈ ലോകത്തിൽ മറ്റാരുമില്ല, മറ്റൊരുത്തനിലും നമുക്ക് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടണമെങ്കിൽ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, വിശ്വസിച്ച് ആരേറ്റെടുക്കുന്നു അവർക്ക് നിത്യജീവൻ കിട്ടും. നിത്യജീവൻ പ്രാപിക്കുവാനിടയായിത്തീരും. സ്വസ്ഥതയിൽ പ്രവേശിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. കർത്താവിനായിട്ട് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഉയരണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.